സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കണം. ഒരു വ്യക്തിയെ ഇന്ന് കീഴ്പ്പെടുത്താനുള്ള അനേകം പിശാചിന്റെ വഴികളുണ്ട്. ഒരു വ്യക്തിയെ നശിപ്പിക്കാനുള്ള അനേകം പാപ വഴികളുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, തെറ്റായ ബന്ധങ്ങള്, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങള്, മനുഷ്യരെ പാപത്തിലേക്ക് വീഴിക്കാനുള്ള പ്രലോഭനങ്ങളുടെ വഴികൾ അനേകമുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ, പ്രത്യാശ അർപ്പിച്ചില്ലെങ്കിൽ, ദൈവത്തെ മുറുകെ പിടിച്ചില്ല എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എത്ര സ്നേഹം നിറഞ്ഞവരെ, പ്രലോഭനത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി നിരന്തരം യുദ്ധം ചെയ്യണം. ആത്മീയ ജീവിതത്തിൽ ആത്മീയ യുദ്ധം ചെയ്തിട്ടാണ് പ്രലോഭനത്തിന്റെ ശക്തിയെ കീഴ്പ്പെടുത്തുന്നത്. പൗലോസ് ശ്ലീഹ എഫേസുകാർക്ക് ഇത് ലേഖനം 6-ാം അധ്യായം 10 മുതൽ 20 വരെയുള്ള വചനം ആത്മീയ സമരത്തിലൂടെ പറയുന്നുണ്ട്. നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയിടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് യുദ്ധം ചെയ്യാനുള്ള വിളിയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാ ജീവിതങ്ങൾക്കും വളരെ പ്രലോഭനങ്ങളുണ്ട്. പലപ്പോഴും പറയാറുണ്ട്, എന്നും ഈ പ്രലോഭനങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ പല വിധത്തിൽ വരാം. അത് ഒരുപക്ഷെ പ്രതിസന്ധിയുടെ രൂപത്തിൽ വരാം, അതല്ലെങ്കിൽ പാപ വഴികളിലൂടെ വരാം, നിന്നെ കീഴ്പ്പെടുത്തുന്ന വിധത്തിലേക്ക് വരാം. പക്ഷേ നീ കൈ പിടിക്കേണ്ടത്, നീ ഉറച്ചു പിടിക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നോക്കിക്കൊണ്ടാണ്. ദൈവത്തിന്റെ കരം മുറുകെ പിടിച്ചാൽ പ്രലോഭനത്തെ, അതുകൊണ്ടാണ് മനുഷ്യ സാധാരണമായ ഒരു പ്രലോഭനം നിങ്ങൾ നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനത്തെ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് പ്രലോഭനത്തെ നേരിടാനായിട്ട് യുദ്ധം ചെയ്യണം. ആത്മീയ യുദ്ധത്തിൽ പരിശുദ്ധ അഭയം മുറുകെ പിടിക്കണം. ആത്മീയ യുദ്ധത്തിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ആത്മീയ യുദ്ധത്തിൽ പരിശുദ്ധ കുർബാനയെ ചേർത്ത് വയ്ക്കണം. യുദ്ധം ചെയ്യാനായിട്ടുള്ള വിളിയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്തിലേക്ക് നീ ഒരടി വയ്ക്കാൻ തുടങ്ങുമ്പോൾ നിന്നെ പിശാച് കീഴ്പ്പെടുത്തും. നീ പാപ വഴികളിലേക്ക് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ അപ്പം നിന്നെ പിശാച് കൈപിടിക്കാൻ തുടങ്ങും. നിനക്ക് പിശാച് കൈപിടുത്തും, പിശാച് നിന്നെ കീഴ്പ്പെടുത്താനായിട്ട് തുടങ്ങും. അപ്പൊ പാപ വഴികളിലേക്കുള്ള ആ വഴികള് നീ തിരിച്ചറിയുമ്പോൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, പാപത്തിലേക്കുള്ള വഴിയിൽ നിന്ന് നീ ഓടിയാകല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടിയെടുക്കണം. പ്രഭാഷകന്റെ 21-ാമത്തെ അധ്യായത്തിൽ സർപ്പത്തിൽ നിന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കണം. ഒരു വ്യക്തിയെ ഇന്ന് കീഴ്പ്പെടുത്താനുള്ള അനേകം പിശാചിന്റെ വഴികളുണ്ട്. ഒരു വ്യക്തിയെ നശിപ്പിക്കാനുള്ള അനേകം പാപ വഴികളുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ, തെറ്റായ ബന്ധങ്ങള്, ലഹരി വസ്തുക്കളുടെ ഉപയോഗങ്ങള്, മനുഷ്യരെ പാപത്തിലേക്ക് വീഴിക്കാനുള്ള പ്രലോഭനങ്ങളുടെ വഴികൾ അനേകമുണ്ട്. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ, പ്രത്യാശ അർപ്പിച്ചില്ലെങ്കിൽ, ദൈവത്തെ മുറുകെ പിടിച്ചില്ല എങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധി പാലിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പ്രലോഭനങ്ങളെ കീഴ്പ്പെടുത്താൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. വീണ്ടും പറയുന്നത് ഇങ്ങനെയാണ്, അതായത് പാപത്തിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവം നിന്നെ സംരക്ഷിക്കാനായിട്ട് തുടങ്ങും. പഴയ നിയമത്തിലെ ജോസഫിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ജോസഫിനെ ഈ പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ജോസഫ് ഓട്ടുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നീട് ജോസഫിന് ദൈവം സംരക്ഷണം നൽകുന്നുണ്ട്, ജോസഫിനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. പാപത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ സംരക്ഷിക്കാൻ തുടങ്ങും. പാപത്തിലേക്ക് നീ നടന്നെടുക്കുമ്പോൾ പിശാച് നിന്നെ വഴി നടത്താൻ തുടങ്ങും. പാപത്തിൽ നിന്ന് ഓടി ഒളിക്കുമ്പോൾ ദൈവം നിന്നെ സംരക്ഷിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എപ്പോഴാണോ നീ ഒരു പക്ഷേ പാപത്തിന് അടിമയായ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ മദ്യപാനത്തിന്, ലഹരി വസ്തുക്കൾക്ക്, അശുദ്ധ പാപങ്ങൾക്ക്, അല്ലെങ്കിൽ തഴക്കദോഷങ്ങൾക്ക് അടിമയായ വ്യക്തിയായിരിക്കാം, നീ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് ഈ പാപത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ, അതിന്റെ പരിശ്രമം എന്ന നിലയിൽ കുമ്പസാരിക്കുവാനും പുതിയൊരു വ്യക്തിയായി തീരുവാനും നീ ആഗ്രഹിച്ച് പരിശ്രമിച്ച തന്നെ ആ സമയം തന്നെ ദൈവം തന്നെ പ്രൊട്ടക്ട് ചെയ്യും. എല്ലാവരുടെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് കാരണം ഒരേ പാപത്തിൽ തന്നെ, പാപ വഴികളിൽ തന്നെ, ചെയ്ത പാപങ്ങളിൽ തന്നെ വീണ്ടും കടക്കുന്നു, ചെയ്ത പാപത്തിൽ തന്നെ വീണ്ടും ജീവിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രത്യാശയോടെ പാപ വഴികളിൽ നിന്ന് ഓടി ഒളിക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ, വിശുദ്ധിയിലേക്ക്, പാപത്തിൽ നിന്ന് ദൈവത്തിലേക്ക് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുമ്പോൾ തന്നെ ദൈവം നിന്നെ സംരക്ഷിക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീ പാപത്തിലേക്ക് ഓടി ഒളിക്കാനല്ല, പാപത്തിലേക്ക് നടന്നെടുക്കാനുള്ളവനല്ല, പാപത്തിൽ നിന്ന് ഓടി ഒളിക്കാനാണ് എന്നുള്ള വിളിയുടെ അർത്ഥം തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഈ പ്രത്യേകിച്ച് പഴയ നിയമത്തില് ഈ ആദ്യത്തെ രാജാവായ സാവൂൾ ഈ പാപത്തിൽ നിന്ന്, പാപം അവനെ നയിക്കുന്ന വഴികളിൽ നിന്ന് ഓടി ഒകലാനായിട്ട് അവന് പറ്റിയില്ല. പിന്നെ സോളമനെ കുറിച്ച് പറഞ്ഞത് ഇത് തന്നെയാണ്. സോളമൻ ആദ്യ കാലഘട്ടങ്ങളിൽ ദൈവത്തെ അറിഞ്ഞ്, ദൈവസ്നേഹം അനുഭവിച്ച്, ജ്ഞാനവും വിവേകത്തോടു കൂടി തന്നെ പാപ വഴികളെ വിവേചിച്ചറിഞ്ഞ് ജീവിച്ചവനാണ്. കാലക്രമത്തിൽ പാപം അവനെ കീഴ്പ്പെടുത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന അഭിലാഷങ്ങൾക്ക് നീ അടിമപ്പെടരുത്. പാപം സോളമനെ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ സോളമൻ നശിക്കാൻ തുടങ്ങി. പാപം ഒരു വ്യക്തിയെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ
പാപം ഒരു വ്യക്തിയെ കീഴ്പ്പെടുത്താൻ തുടങ്ങുമ്പോൾ, പാപം ഒരു വ്യക്തിയെ നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അവൻ കാലക്രമത്തിൽ നശിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ടവരെ, നമ്മളെ നയിക്കേണ്ടത് ഒരിക്കലും പാപമല്ല. നമ്മളെ നയിക്കേണ്ടത്, അതുകൊണ്ടാണ് ബൈബിൾ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, പാപം നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല, നിങ്ങൾ നിയമത്തിന് വിധേയരല്ല, കൃപയ്ക്ക് കീഴിലാണ്. അപ്പോൾ നമ്മളെ ഒരിക്കലും നയിക്കേണ്ടത് പാപത്തിൻ്റെ വഴികളല്ല, ദൈവത്തിൻ്റെ വഴികളാണ്. പാപത്തിൽ നിന്ന് പാപത്തിൻ്റെ സ്വരം അന്വേഷിക്കുമ്പോൾ പാപത്തിൻ്റെ സ്വരത്തിന് നീ ചെവി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം നീ നഷ്ടപ്പെടുത്തും. ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ പാപം വിട്ടുപോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ സ്വരം, പാപത്തിൻ്റെ വഴികൾ, ഈ ദലീലയുടെ സ്വരം കേട്ട് ദലീലയുടെ വാക്കുകൾക്ക് സാംസൺ ചെവി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നത്. പാപത്തിൻ്റെ സ്വരം, ഒരുപക്ഷെ മൊബൈൽ ഫോണിലൂടെയും മറ്റു വ്യക്തികളിലൂടെയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയുള്ള തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു വരുന്ന പാപത്തിൻ്റെ വഴികളുണ്ട്. പാപത്തിൻ്റെ സ്വരത്തിന് നീ ചെവി കൊടുക്കുമ്പോൾ ദൈവം നിന്നോട് സംസാരിക്കാതിരിക്കും. നീ ദൈവത്തിൻ്റെ സ്വരത്തിന് ചെവി കൊടുക്കുമ്പോൾ പാപം നിന്നെ ഉപദ്രവിക്കാതിരിക്കും. അപ്പോൾ ദൈവസ്വരത്തിന് പൂർണ്ണമായിട്ട് കീഴ്പ്പെടുക, ദൈവസ്വരത്തെ അവഗണിക്കാതിരിക്കുക. ദൈവത്തിൻ്റെ സ്വരത്തെ അവഗണിക്കുമ്പോഴാണ് നിന്റെ ജീവിതം തകർന്നു പോകുന്നത്. പരിശുദ്ധാത്മാവ് എല്ലാവരോടും എല്ലാ കാലങ്ങളും സംസാരിക്കാറുണ്ട്. ഓരോ പാപം ചെയ്യുമ്പോഴും നീ ഇത് ചെയ്യരുത് എന്നുള്ള ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വരമുണ്ട്. ദൈവസ്വരത്തിന് മനുഷ്യൻ അവഗണന നൽകുമ്പോൾ, ദൈവസ്വരത്തെ അവഗണിക്കുമ്പോൾ കാലക്രമത്തിൽ അവൻ്റെ തകർച്ച ആരംഭിക്കും. അതുകൊണ്ട് ദൈവത്തിന് പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട് നിൽക്കാനായിട്ട് കഴിയണം. ഉള്ളിലെ അഭിഷേകവും പ്രലോഭനവും തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. ഒരു വ്യക്തിക്ക് ദൈവം അഭിഷേകം നൽകുമ്പോൾ അതോടനുബന്ധിച്ച് അവനെ നേരിടുന്നതാണ് പ്രലോഭനം. അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നത്, കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നുണ്ടെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. നിനക്ക് ദൈവം ഒത്തിരി കൃപ നൽകുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ഉണ്ടാകുന്നതാണ് പ്രലോഭനം. നീ വില കൊടുത്തിട്ടാണ് ഈ അഭിഷേകത്തെ നേടിയെടുക്കേണ്ടത്. വില കൊടുത്തിട്ടാണ് അഭിഷേകത്തെ ജ്വലിപ്പിക്കേണ്ടത്. വില കൊടുത്തിട്ടാണ് അഭിഷേകം ശക്തി പ്രാപിക്കേണ്ടത്. അഭിഷേകത്തിന്റെ ഭാഗമായിട്ട് പല പ്രലോഭനങ്ങളെ നീ കീഴ്പ്പെടുത്തേണ്ടി വരും. നിനക്ക് ദൈവം കൃപ നൽകുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പ്രലോഭനങ്ങളുണ്ട്. നിന്നെ ദൈവം പരിശോധിക്കാൻ വേണ്ടിയാണ്. പ്രലോഭനം നിന്റെ അഭിഷേകത്തെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായിട്ട് മാറരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് വചനത്തിൽ പറയുന്ന പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഈ ഒരു കാലഘട്ടങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാർത്ഥന, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഇടം കൊടുക്കാതെ അവൻ ലോകത്ത് ജീവിക്കുമ്പോൾ കാലക്രമത്തിൽ അവന് നഷ്ടപ്പെടുന്നതാണ് അഭിഷേകം ദൈവം നൽകുമ്പോൾ അഭിഷേകത്തോടുള്ള വിശ്വസ്തത നീ ദൈവത്തോട് പൂർണ്ണമായിട്ടും ചേർന്നിരിക്കണം. അതുകൊണ്ട് അഭിഷേകത്തിൽ മുറുകെ പിടിക്കാം, ദൈവത്തോടുള്ള വിശ്വസ്തരായിട്ട് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.